പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 27-ാം തീയതി വെള്ളിയാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ 4ാമത്തെയും അവസാനത്തേതുമായ വെള്ളിയാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായം 5-ാം വാക്യം. 2 Chronicles chapter 26 verse 5 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കരിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. ഇസ്രയേലിന്റെ പ്രഗത്ഭനായ രാജാക്കന്മാരിൽ അതിശ്രേഷ്ഠനായ രാജാവാണ് ഉസ്സിയാവ്. അമസ്യാവിന്റെ മരണശേഷം ഉസ്സിയാവ് തന്റെ 16-ാമത്തെ വയസ്സിൽ യെരുശലേമിൽ ആധിപത്യം ഉറപ്പിച്ചു. ഏകദേശം 52 വർഷക്കാലം യെരുശലേമിൽ രാജാവായി വാണു. ദാവീദിനും ശലോമോനും ഒക്കെ ശേഷം ശക്തനായ രാജാവായി നിലകൊണ്ട എല്ലാ അർത്ഥത്തിലും സമുന്നതനായ ഒരു രാജാവായിരുന്നു. ദൈവഹിതപ്രകാരമുള്ള അനേക കാര്യങ്ങൾ ചെയ്തു. തൻ്റെ സൈന്യം ശക്തമായിരുന്നു. തൻ്റെ ശ്രുതി മറ്റുള്ള ഇടങ്ങളിലേക്ക് പരക്കത്തക്കവണ്ണം താൻ അതിസമർത്ഥമായി രാജ്യതന്ത്രങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയി. എന്നാൽ ഉസ്സിയാവ് അഭിവൃദ്ധിയിലേക്ക് വരുവാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ട് എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നു. സെക്കരിയാവ് എന്ന് പറയുന്ന ഒരു ദൈവപുരുഷൻ, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരണങ്ങൾ ഒന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. എന്നാൽ ദൈവഭക്തനായ ദൈവഭയമുള്ള ഈ സെക്കരിയാവ് 16-ാമത്തെ വയസ്സിൽ തൻ്റെ ടീനേജ് പ്രായത്തിൽ രാജാസനത്തിലേക്ക് പ്രവേശിച്ച ഉസ്സിയാവിനെ വേണ്ടവണ്ണം ദൈവഭയത്തിൽ ഉപദേശിച്ച് മുൻപോട്ട് കൊണ്ടുവന്നു. ആ ഉപദേശവും ദൈവിക സംരക്ഷണവും ഉസ്സിയാവ് ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്തതുകൊണ്ട് താൻ ദൈവഭയത്തിൽ വന്ന കാലത്തോളം അഭിവൃദ്ധിയിലേക്ക് വരുവാൻ ഇടയായി. എന്നാൽ നാം താഴോട്ട് വായിക്കുമ്പോൾ ദൈവഭയത്തിലും ഉപദേശത്തിലും വളർന്ന് തന്റെ ശ്രുതി എല്ലായിടവും പരന്ന ഈ ഉസ്സിയാവ് പ്രബലനായി വന്നപ്പോൾ താൻ അഹങ്കാരിയായി മാറി, ദൈവത്തിൽ നിന്നും അകന്നു. ചുരുക്കത്തിൽ നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാർ മാത്രം നിർവഹിക്കേണ്ട ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ തയ്യാറാകുന്നു. അത് വിലക്കിയ പുരോഹിതന്മാരോട് കർക്കശമായി ഇടപെടുകയും അതേ സമയത്ത് തന്നെ കുഷ്ഠരോഗിയായി മാറി പാളയത്തിന് പുറത്ത് ആവുകയും ചെയ്യുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഉസ്സിയാവിന്റെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ 26-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നാം വാഗ്ദത്ത വചനമായി കേട്ട ഭാഗത്ത് ഒരു ദൈവദാസൻ ചെറുപ്പത്തിൽ
ഉസിയാവിനെ ഉപദേശിച്ച് നിയന്ത്രിക്കുകയും ആ ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഉസിയാവ് അഭിവൃദ്ധിയിലേക്ക് വന്നു. എന്ന് ദൈവത്തെ അന്വേഷിക്കുന്നത് ഉസിയാവ് നിർത്തിയോ, അന്ന് താൻ ശാപഗ്രസ്തനായി തീരുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് മനുഷ്യർ അഭിവൃദ്ധിക്കും നന്മയ്ക്കും സ്വത്തിനും അനുഗ്രഹത്തിനും എന്തും ചെയ്യും, എവിടെ പോകും, ഏത് കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾക്കും തയ്യാറുമാണ്. എന്നാൽ ഉസിയാവിന്റെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവഭയത്തോടെ ദൈവിക ഉപദേശത്തിൽ ആശ്രയിച്ച് ദൈവത്തെ അന്വേഷിച്ചാൽ ആ ദൈവത്തെ അന്വേഷിക്കുന്ന കാലത്തോളം എന്നെയും നിങ്ങളെയും അഭിവൃദ്ധിയിൽ നടത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകലിൽ നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നോ, അത് നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളിൽ, നിങ്ങളുടെ വ്യക്തിപരവും സാമൂഹ്യപരവും സഭാപരവുമായ മേഖലകളിൽ എവിടെയാണ് അഭിവൃദ്ധി ആവശ്യം, അതിന് എങ്ങും പോകണ്ട. വേറെ ആരുടെ അടുക്കലും മുഴങ്കാലും അടക്കണ്ട. ഒരു രൂപ പോലും മുടക്കുകയും വേണ്ട. ദൈവത്തെ അന്വേഷിക്കുക, ദൈവിക ഉപദേശത്തിൽ നിലനിൽക്കുക. നിശ്ചയമായും നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ ഉയർത്തുന്ന, നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിലെ ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നു. ജീവിതത്തിൽ അഭിവൃദ്ധി നേടുവാൻ, ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, ദൈവകൃപയിൽ മുന്നേറുവാൻ, ദൈവഭയത്തിൽ, ദൈവിക ശിക്ഷണത്തിൽ നമ്മളെ നയിക്കുന്ന ആത്മീയർ, മുതിർന്നവർ, നമ്മുടെ സഭാ നേതൃത്വം, മറ്റുള്ള ഉപദേശക ദൈവമക്കൾ എന്നിവർ നൽകുന്ന ഉപദേശങ്ങൾ സ്വീകരിച്ച് ദൈവകൃപയിൽ ജീവിക്കുക, ദൈവത്തെ അന്വേഷിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് മനുഷ്യപുത്രന്മാരെ നോക്കുകയാണ്. അതെ, നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. ദൈവത്തെ അന്വേഷിക്കുന്നതിലൂടെ നാം അഭിവൃദ്ധി പ്രാപിക്കും. വേദനയിലോ നിരാശയിലോ സങ്കടത്തിലോ വിഷമത്തിലോ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവോ, എത്ര അധ്വാനിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു ഗുണവുമില്ല, ഒരു നന്മയുമില്ല. എന്നെ കേൾക്കുന്നവരിൽ ചിലരെങ്കിലും 20 വർഷത്തിലധികമായി 30 വർഷത്തിലധികമായി ഗവൺമെന്റ് സർവീസിൽ ഉള്ളവരായിരിക്കാം. മാസം തോറും ഒരു സ്ഥിര വരുമാനം ലഭിക്കുന്നവരുമായിരിക്കാം. അല്ല, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ആയിരിക്കാം. പക്ഷേ നീക്കുബാക്കി ഒന്നുമില്ല. ഒരു ചെറിയ ഭവനം പോലും ചമയ്ക്കുവാൻ കഴിയുന്നില്ല. ഒരു 5 സെന്റ് വസ്തു മേടിക്കുവാൻ സാധിച്ചിട്ടില്ല. കടബാധ്യത ഒഴിഞ്ഞ് സമയമില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം ദൈവഭയത്തിലും ദൈവിക ഉപദേശത്തിലും ശിക്ഷണത്തിലുമല്ല.
മുൻപോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്നുവെങ്കിൽ ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടായിരിക്കും. അത് സാമ്പത്തിക കാര്യത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഒക്കെയും ഈ അച്ചടക്കം, ഈ ഉപദേശം നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കും. അതില്ലാത്തത് കൊണ്ടാണ് വേണ്ട ഉയർച്ച ലഭിക്കാതെ, എങ്ങും എത്താതെ നിങ്ങൾ ഉഴന്ന് നടക്കുന്നത്, ഭാരപ്പെടുന്നത്, പരിഭ്രമത്തിൽ ആകുന്നത്. ഇന്ന് എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് സ്വയം കണ്ടെത്തി ഇന്നത്തെ വാഗ്ദത്ത വചനം ആവർത്തിച്ചു വായിച്ചിട്ട്, അതെ, ഉസിയാവിന്റെ അവസ്ഥയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ആ ആദ്യ ഭാഗം സ്വീകരിക്കാം. ഓർക്കണം, ഈ ഉപദേശം സ്വീകരിച്ചിട്ട് കൈവിട്ട് കളഞ്ഞാൽ, ദൈവത്തെ അന്വേഷിക്കാതെ, ദൈവ ഭയത്തിൽ മുൻപോട്ട് പോകാതെ പോയാൽ, ഉസിയാവിന്റെ അവസാനം പോലെ ദുഃഖകരമായി പോകുവാൻ എല്ലാ സാധ്യതകളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതുകൊണ്ട് ആ നിലയിലേക്ക് അധപ്പതിക്കാതെ ഉസിയാവിന്റെ ആദ്യ കാലഘട്ടം പോലെ അഭിവൃദ്ധിയോടെ, അനുഗ്രഹത്തോടെ ജീവജലം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തമ്പുരാൻ നടത്തട്ടെ, മാനിക്കട്ടെ, ഉയർത്തട്ടെ, ദൈവ കൃപകൾ കൊണ്ട് പൊതിയട്ടെ. അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും അനുഗ്രഹവും മാതൃകയും സാക്ഷ്യമുള്ളവരായി, അഭിവൃദ്ധിയുള്ളവരായി, ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചവരായി മുന്നേറി ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഉസിയാവിന്റെ 16-ാമത്തെ വയസ്സിൽ തനിക്ക് ദൈവദാസനായ സെഖര്യാവിനാൽ ലഭിക്കപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം അഭിവൃദ്ധി പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നുവെന്ന് ഞങ്ങളെ കേൾപ്പിച്ച ധന്യമായ വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുവാൻ, ഉയരുവാൻ, നന്മ പ്രാപിക്കുവാൻ ഉസിയാവിന്റെ ആ അനുഭവം ഞങ്ങളിൽ പരിപൂർണമായി പകർത്തുവാൻ സ്വർഗത്തിലെ ദൈവമേ ഇടയാക്കണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാ മേഖലകളിലും അഭിവൃദ്ധിയിൽ ഉയരുവാനും അങ്ങയെ സേവിപ്പാനും ഞങ്ങൾക്ക് അഭിവൃദ്ധിയും അനുഗ്രഹവും നന്മയും തരുമ്പോൾ ഞങ്ങൾ മറന്നു പോകാതെ, അഹങ്കരിക്കാതെ, ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകാതെ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനും ഇടയാകണം. ദൈവജനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. എല്ലാ നന്മയിലും അഭിവൃദ്ധിയിലും അവരെ കാക്കേണം. സ്വർഗീയ കൃപകൾ കൊണ്ട് പൊതിയേണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ഉസിയാവ് ദൈവത്തെ അന്വേഷിച്ചിടത്തോളം കാലം, സെഖര്യാവ് പറഞ്ഞു കൊടുത്തത് അനുസരിച്ച് അത് പാലിച്ചിടത്തോളം കാലം ഉസിയാവ് അഭിവൃദ്ധി പ്രാപിച്ച് ഉന്നതനായി പ്രബലനായി തീർന്നു. എന്നാൽ എന്ന് വന്ന വഴി മറന്ന് ദൈവത്തെ അന്വേഷിക്കുന്നത്, ഭയപ്പെടുന്നത് അവസാനിപ്പിച്ച് തന്റെ സ്വയത്തിൽ ആശ്രയിച്ച് ദൈവമക്കളെയും ദൈവത്തെയും ചോദ്യം ചെയ്തോ, അന്നവൻ ശാപത്തിന് അടിമയും ഉടമയുമായി. അതുകൊണ്ട്
ഉസിയാവിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ടം നമുക്ക് വരാതെ വണ്ണം ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തെ അന്വേഷിച്ച്, ദൈവം നൽകുന്ന സകല അഭിവൃദ്ധിയും പ്രാപിച്ച് അനുഗ്രഹത്തോടെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിപ്പാനും സാക്ഷിപ്പാനും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.